മാർക്കറ്റ്സ് സാധനങ്ങളുടെ വിൽപ്പനയിലും വാങ്ങലിലും വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഉൾപ്പെടുന്നതാണ് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് വഴി നിർമ്മാതാവും ഉപഭോക്താവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. വീക്ക്ലി മാർക്കറ്റ് അഥവാ ആഴ്ച ചന്ത എന്താണെന്ന് നോക്കാം. ആഴ്ചയിലെ ഒരു പ്രത്യേക ദിവസം നടക്കുന്നതിനാൽ പ്രതിവാര ചന്ത അഥവാ ആഴ്ച ചന്ത എന്നതിനെ വിളിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ആഴ്ച ചന്തകളിൽ സ്ഥിരം കടകളില്ല. ഇന്ത്യയിൽ ആയിരക്കണക്കിന് വിപണികളുണ്ട്. ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നു. വ്യാപാരികൾ പകൽ കടകൾ സ്ഥാപിക്കുകയും വൈകുന്നേരങ്ങളിൽ അവ അടയ്ക്കുകയും ചെയ്യുന്നു. പല സാധനങ്ങളും ആഴ്ചതോറുമുള്ള മാർക്കറ്റിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. പ്രതിവാര ചന്തകളിൽ ഒരേ സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു മത്സരം ഉണ്ടായിരിക്കും. ആഴ്ച ചന്തയുടെ ഒരു നേട്ടം എന്താണെന്നാൽ ആവശ്യമായ മിക്ക സാധനങ്ങളും ലഭ്യമായ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. നെയ്ബർഹുഡ് മാർക്കറ്റ് സമീപത്തെ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള കടകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അയൽപക്കത്ത് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്ന നിരവധി കടകളുണ്ട്. പാൽ സ്റ്റോറിൽ നിന്ന് പാലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും പലചരക്ക് സാധനങ്ങളും വാങ്ങാൻ സാധിക്കുന്നു. ഈ കടകൾ നമ്മുടെ വീടിനടുത്തായതിനാൽ ഉപയോഗപ്രദമാണ്. കൂടാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. അടുത്തത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നഗരപ്രദേശത്ത് ഒരേ സ്ഥലത്ത് നിരവധി കടകളുള്ള മറ്റൊരു മാർക്കറ്റാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. പല നഗരപ്രദേശങ്ങളിലും പല നിലകളിലായി എയർ കണ്ടീഷൻഡ് മുറികളുള്ള നിരവധി കെട്ടിടങ്ങൾ അഥവാ മാളുകളെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത്തരം നഗര വിപണികളിൽ നമുക്ക് ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതുമായ വസ്തുക്കളും ലഭിക്കുന്നു. ഇനി വിപണികളുടെ ഒരു ശൃംഖലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിർമ്മാതാവിനും അന്തിമ ഉപഭോക്താവിനും ഇടയിലുള്ള ആളുകൾ വ്യാപാരികളാണ്. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയായ നിർമ്മാതാവിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് മൊത്ത കച്ചവടക്കാർ ആണ്. മൊത്ത കച്ചവടക്കാർ അത് വ്യാപാരികൾക്ക് നൽകുന്നു. വ്യാപാരികൾ അത് ഉപഭോക്താവിന് നൽകുന്നു. ഈ വ്യാപാരി ചില്ലറ വ്യാപാരി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചില്ലറ വ്യാപാരി ആഴ്ച ചന്തയിലെ വ്യാപാരിയോ അയൽപ്പക്കത്തെ കടയിലെ കച്ചവടക്കാരനോ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടക്കാരനോ ഒക്കെയും ആകാം. എല്ലാ വിപണികളും ഒരു പ്രത്യേക രീതിയിലും സമയത്തിലും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. വാങ്ങലും വിൽപ്പനയും വ്യത്യസ്ത രീതിയിൽ നടക്കുന്നു. ഇതിന് കടകൾ വേണമെന്ന് ആവശ്യമില്ല. നമുക്ക് നേരിട്ടറിയാത്ത വിപണികളും ഉണ്ട്. ഇതിന് കാരണം നാം നേരിട്ട് ഉപയോഗിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സാധനങ്ങൾ അല്ലാത്തവയായതുകൊണ്ടാണ്. ഉദാഹരണം, കാർ ആക്സസറീസ് നോക്കുകയാണെങ്കിൽ എൻജിൻ പാർട്സ്, ഗിയറുകൾ, പെട്രോൾ ടാങ്ക്സ്, ആക്സിലുകൾ, ചക്രങ്ങൾ തുടങ്ങിയവയൊന്നും നാം നേരിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന് നിർമ്മാതാക്കളെക്കുറിച്ചോ വിൽപ്പനക്കാരെക്കുറിച്ചോ നാം അറിയുന്നുമില്ല. ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ഒരു ഷർട്ട് മാർക്കറ്റിലെത്തുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കുർണൂലിലെ ഒരു പരുത്തി കർഷകനെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറുകിട കർഷകൻ തൻ്റെ ചെറിയ ഭൂമിയിൽ പരുത്തി കൃഷി ചെയ്യുന്നു. വിളവെടുപ്പ് കഴിഞ്ഞാൽ കോട്ടൺ ബോളുകളായി ശേഖരിക്കുന്നു. കൃഷിക്ക് വിത്ത്, വളം മുതലായ വാങ്ങാൻ കർഷകൻ വ്യാപാരിയിൽ നിന്നും പണം കടം വാങ്ങിയതിനാൽ ഇത് പ്രാദേശിക വ്യാപാരിക്ക് കൊണ്ടുപോയി നൽകുന്നു. മാർക്കറ്റ് വില ഉയർന്നതാണെങ്കിലും വ്യാപാരി കർഷകനിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് അവ വാങ്ങുന്നു. 2. ഈറോഡിലെ ഒരു തുണി വിപണി. തമിഴ്നാട്ടിലെ ഈറോഡിലെ ദ്വൈവാര മാർക്കറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുണി വിപണികളിൽ ഒന്നാണ്. എല്ലായിടത്തു നിന്നും നെയ്ത്തുകാർ നിർമ്മിച്ച തുണികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വരുന്നു. ഏതു തരത്തിലുള്ള തുണിയാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുൻകൂട്ടി നെയ്ത്തുകാർക്ക് നൽകിയിട്ടുണ്ട്. നെയ്ത്തുകാർ വ്യാപാരികളിൽ നിന്നും നൂല് വാങ്ങി അവർക്ക് തുണി വിതരണം ചെയ്യുന്നു. നൂൽ വാങ്ങേണ്ടതില്ലാത്തതിനാൽ ഈ നെയ്ത്തുകാരുടെ പണം ലാഭിക്കുന്നു. എന്നാൽ നെയ്ത്തുകാർക്ക് തുണിയുടെ വില അറിയാത്തതിനാൽ അവർക്ക് വളരെ ചെറിയ തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ. അടുത്തത് ഡൽഹിക്ക് സമീപമുള്ളൊരു വസ്ത്ര കയറ്റുമതി ഫാക്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ ഈറോഡ് വ്യാപാരികൾ ഡൽഹിയിലെ ഗാർമെന്റ്സ് കയറ്റുമതി കേന്ദ്രത്തിലേക്ക് തുണി അയച്ചു കൊടുക്കുന്നു.
ഗാർമെന്റ് ഫാക്ടറി US നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വ്യാപാര ശൃംഖലയ്ക്ക് വേണ്ടി ഷർട്ടുകൾ നിർമ്മിച്ചു നൽകുന്നു. അവ ഗുണനിലവാരത്തിന്റെയും സമയത്തിന്റെയും നിലവാരം നിശ്ചയിക്കുന്നു. സമ്മർദ്ദത്തിന്റെ ഫലമായി ഗാർമെന്റ് ഫാക്ടറി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തൊഴിലാളികളെ ഇറക്കി പരമാവധി ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ഇതിന്റെ ഫലമായി ഭൂരിഭാഗം തൊഴിലാളികളും താൽക്കാലികമായി ജോലി ചെയ്യുന്നവരും കൂലിപ്പണിക്കാരും കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കുന്നവരുമായി തീരുന്നു. ഇനി US ഷർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാർമെന്റ് ഫാക്ടറിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഷർട്ട് ഡോളറിലാണ് US വിൽക്കുന്നത്. വസ്ത്ര കയറ്റുമതി കേന്ദ്രം 200 രൂപയ്ക്ക് വിൽക്കുന്ന ഷർട്ടുകൾ US 1200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെ വിപണികളുടെ ഒരു ശൃംഖല പരുത്തി ഉൽപാദകരെയും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനിയും മാർക്കറ്റും ഇക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വിപണിയും സമത്വവും. വിദേശ വ്യവസായി വിപണിയിൽ നിന്നും വൻതോതിൽ ലാഭം നേടിയെടുത്തു. വസ്ത്രനിർമ്മാതാക്കൾക്ക് മിതമായ ലാഭം മാത്രമേ ഉണ്ടാകൂ. ഈറോഡ് മാർക്കറ്റിലെ നെയ്ത്തുകാരും ചെറുകിട കർഷകരും വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല. ദരിദ്രർക്കു സമ്പന്നരെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പാവപ്പെട്ടവർ